കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. IT-കളിൽ മാസത്തിൽ 2 ദിവസം ആർത്തവ അവധി അനുവദിച്ചു. ശനിയാഴ്ച അവധി ദിവസവുമാക്കി. IT ട്രെയിനികളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ തീരുമാനം. നാവികസേനയുടെ ശക്തിയും കടലിൽ നേരിടുന്ന വെല്ലുവിളികളെയും പ്രതിരോധ പ്രവർത്തനങ്ങളെയും പ്രദർശിപ്പിച്ച് അറബിക്കടലിലെ നാവികസേനയുടെ നാവികാഭ്യാസ പ്രകടനങ്ങൾ. നാവിക വാരാചരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഡേ അറ്റ് സീ പരിപാടിയിലായിരുന്നു നേവി കരുത്ത് തെളിയിച്ചത്. 2024-25 വർഷത്തെ അയ്യങ്കാളി സ്മാരക ടാലന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി പട്ടികവർഗത്തിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഡിസംബർ 10. കൂടുതൽ വിവരങ്ങൾക്ക് 049523766364. ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാവുന്ന ISROയുടെ ശുക്രയാൻ 1 ഓർബിറ്റൽ ദൗത്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. 2028 വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന ശുക്രയാൻ പേടകത്തിന് ഔദ്യോഗിക അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതായി ഇസ്രോ ഡയറക്ടർ നിലേഷ് ദേശായി അറിയിച്ചു. സൂര്യനെ കുറിച്ച് സുപ്രധാന വിവരം ശാസ്ത്രലോകത്തിന് സമ്മാനിച്ച് ഇന്ത്യയുടെ കന്നി സൗര പര്യവേക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1. സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലേക്ക് അടക്കം എത്താറുള്ള കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകൾ ആരംഭിക്കുന്ന സമയം കൃത്യമായി കണക്ക് കൂട്ടാമെന്ന കണ്ടെത്തലാണ് ISRO ആദ്യ സൗര ദൗത്യത്തിൽ തന്നെ നടത്തിയിരിക്കുന്നത്. സർക്കാർ ഫണ്ട് വാങ്ങുന്ന എയ്ഡഡ് കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി. സർക്കാർ ഫണ്ട് സ്വീകരിക്കുന്നതിനാൽ എയ്ഡഡ് കോളേജുകൾ പൊതുസ്ഥാപനം എന്ന നിർവചനത്തിൽ വരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. ഇന്ന് 120 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 56,720 രൂപയായി. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. 7,090 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.